ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എബിഡി സാറാണ്. നമ്മുടെ 20th ചാപ്റ്റർ ആണ് ഡെവലപ്മെന്റ്. ഈ ഡെവലപ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വിതിൻ 10 മിനിറ്റ്സ് എന്ത് ചെയ്യാം, എടുത്തു തീർക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് വിതിൻ 10 മിനിറ്റ്സ്. ഈ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് 10 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ടൊക്കെ മാക്സിമം കോൺസെപ്റ്റ് കിട്ടണമെന്ന് ആഗ്രഹിച്ച് മക്കൾ എല്ലാവരും നിൽക്കുകയാണ് സാറിന് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഡെവലപ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് ചലഞ്ചസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. ഡെവലപ്മെന്റ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ചലഞ്ചസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കോളനീസ് ഓഫ് ഏഷ്യ, ആഫ്രിക്ക ഇൻക്ലൂഡിംഗ് ഇന്ത്യ എൻ്റർ ഇൻ ടു ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ആഫ്റ്റർ ദ ഇൻഡിപെൻഡന്റ് ആണ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഏഷ്യ ആണെങ്കിലും ആഫ്രിക്ക ആണെങ്കിലും അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ നേഷൻസ് ആണെങ്കിലും ഈവൻ നമ്മൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വികസന പദ്ധതികളൊക്കെ തുടങ്ങുന്ന എപ്പോഴാണ്? സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. ഇങ്ങനെ സ്വാതന്ത്ര്യത്തിന് ശേഷം വികസന പദ്ധതികൾ തുടങ്ങുന്ന സമയത്ത് ദ മേജർ പ്രോബ്ലംസ് ഓഫ് ദീസ് കൺട്രീസ്, ഈ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പോവേർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു, ദാരിദ്ര്യാവസ്ഥ ഉണ്ടായിരുന്നു, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലിറ്ററസി അല്ലെങ്കിൽ ഈ പറഞ്ഞ നിരക്ഷരത പോലുള്ള പ്രശ്നങ്ങൾ, സാക്ഷരത ഇല്ലാത്ത പ്രശ്നങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും ഫസ്റ്റ് ഫോക്കസ് ചെയ്ത് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടേഴ്സിൽ മാക്സിമം റീഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് അതിനുവേണ്ടിയാണ് നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്യുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ കൃത്യമായിട്ടും ഏതേത് സെക്ടേഴ്സിനാണ് എങ്ങനെയൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ് കൃത്യമായിട്ടും നമ്മളിപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണെങ്കിലും അല്ലെങ്കിൽ സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണെങ്കിലും അങ്ങനെ ഏർലിയസ്റ്റ് 5 ഇയർ പ്ലാൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് അഗ്രികൾച്ചർ സെക്ടർ, ദെൻ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്, അങ്ങനെ ഓരോ മേഖലയുടെയും വികസനത്തിനാണ് കൂടുതൽ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രാധാന്യം കൊടുത്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇവിടെ നമ്മൾ പറയുന്നത് നമ്മുടെ വികസനം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ വികസനത്തിന്റെ പലപ്പോഴും അതിന്റെ എന്താ പറയുക റിസൾട്ട് കിട്ടുന്നത് ആർക്കാണ്, എസ്പെഷ്യലി കുറച്ചും കൂടി റിച്ച് ആയിട്ടുള്ള സെഷൻ ഓഫ് പീപ്പിളിൻ്റെ ആണ് എന്നൊരു ആർഗ്യുമെന്റ്സ് കൂടി വികസനത്തിനെതിരായിട്ട് വരാറുണ്ട്. അപ്പോൾ ഒരു സെർട്ടൈൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു എന്നുള്ള ഒരു ആർഗ്യുമെന്റ്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ വികസനത്തിന്റെ പ്രധാനമായിട്ടുള്ള കോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം ദെയർ ലിവിങ് പ്ലേസസ്. അതായത് ഒരു എന്താ പറയുക, ഒരു സ്ഥലത്ത് വികസനം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുന്നു. അങ്ങനെ മാറ്റി പാർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അതുവരെ അവർക്ക് ഉണ്ടായിട്ടുള്ള ജോലിയും അല്ലെങ്കിൽ ലോസ് ഓഫ് ലൈവ്ലിഹുഡ്സ്, ട്രഡീഷണൽ ആയിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള സ്കിൽസ്, ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് ആണ്, ഫോറസ്റ്റ് ഏരിയാസ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഒരു സ്കിൽ എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഏരിയ റിലേറ്റഡ് ആയിട്ട് അവർ അത്യാവശ്യം സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും, സ്കിൽഡ് ആയിട്ടുള്ള പീപ്പിൾ ആയിരിക്കും. അപ്പോൾ അവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കുന്ന സമയത്ത് അവർ അതുവരെ ഉണ്ടായിട്ടുള്ള ഓക്യുപ്പേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അവർക്കുള്ള ട്രഡീഷണൽ ആയിട്ട് കിട്ടുന്ന സ്കിൽസ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടാണ്. അതുപോലെ തന്നെ കുറെ അധികം ആളുകൾ ഏത് ഏരിയാസിലേക്ക് പോകും, റൂറൽ ഏരിയാസിനും അർബൻ ഏരിയാസിലേക്ക് പോകുന്നു. അർബൻ ഏരിയാസിൽ അതുകൊണ്ട് എന്തുണ്ടാവുന്നുണ്ട്, സ്ലംസിന്റെ ഫോർമേഷൻ, ചേരികളുടെ രൂപീകരണത്തിന് കാരണമാവുന്നു. അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ടും വലിയ രീതിയിലുള്ള എന്തുണ്ടാവുന്നു, ഇമ്പാക്റ്റ് എന്തിലൂടെ ഉണ്ടാവുന്നുണ്ട്, ഇങ്ങനെ ആളുകളെ ഡിസ്പ്ലേസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്കൊരു നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് താമസിക്കുന്നു, അവിടുത്തെ കുറേ അധികം ട്രഡീഷനും അവിടുത്തെ ആയിട്ടുള്ള കൾച്ചറും അവിടുത്തെ ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് നമ്മൾ എൻഗേജ്ഡ് ആണ്. അതുമായിട്ട് നമ്മൾ വളരെയധികം എന്താണ്, കണക്റ്റഡ് ആണ്. അത് നമ്മളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കുന്ന സമയത്ത് അവിടുത്തെ നമ്മുടെ പരിചിതരായിട്ടുള്ള ആളുകളില്ല, നമ്മൾ ഫോളോ ചെയ്തിരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക നമ്മുടേതായിട്ടുള്ള കസ്റ്റംസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കൾച്ചർ ഉണ്ടാവും, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, നഷ്ടപ്പെടാണ്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഓൺ കൾച്ചർ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് സോഷ്യൽ കോസ്റ്റ് ഓഫ് ദി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എൻവയോൺമെന്റൽ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്, ഗ്ലോബൽ വാർമിംഗ്, സോയിൽ പൊല്യൂഷൻ, അതുപോലെ നമ്മുടെ ബേർഡ്സിൻ്റെയും ആനിമൽസിനൊക്കെ ഡിസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, ഡിഫോറസ്റ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ലോട്ട്സ് ഓഫ് നമ്മുടെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അടക്കമുള്ള പല ഇമ്പാക്റ്റും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട്, ഈ പറയുന്ന ഡിഫോറസ്റ്റേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡെവലപ്മെന്റിന് സോഷ്യൽ കോസ്റ്റ് ഉണ്ട്, എൻവയോൺമെന്റൽ കോസ്റ്റ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഉണ്ട്. ഡെവലപ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ അതിൽ എന്താ പറയുക, ഒരു സൈഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു നേഷൻ്റെ ഗ്രോത്തും ഇക്കണോമിക്കലി ഉണ്ടാവുന്ന ഒരു എൻഹാൻസ്മെൻറ്റും ഒക്കെ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും അതർ സൈഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ലോട്ട്സ് ഓഫ് ലോസസും കൂടി എന്തിലൂടെ ഉണ്ടാവുന്നുണ്ട്, ഈ ഒരു ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ടു അവോയ്ഡ് ദ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ്. ഇപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കുറേയധികം ഇമ്പാക്റ്റ് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ നമുക്ക് എങ്ങനെയൊക്കെ പറ്റും. ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള
ഈ പറയുന്ന എൻവയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ യൂസ് ഓഫ് സോളാർ ആൻഡ് വിൻഡ് എനർജി ഇൻസ്റ്റെഡ് ഓഫ് ന്യൂക്ലിയർ എനർജിക്ക് പകരം സോളാർ അല്ലെങ്കിൽ വിൻഡ് എനർജി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇറിഗേഷൻ ഫെസിലിറ്റീസ് എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക, ഫോം ചെയ്യുക. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് പകരം എന്ത് യൂസ് ചെയ്യുക, ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സിൻ്റെ യൂസ് ചെയ്യുക. പേപ്പർ ബാഗ് ഒക്കെ യൂസ് ചെയ്യുക പ്ലാസ്റ്റിക്കിന് പകരം. ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധിവരെ പ്രോബ്ലംസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി ഡെവലപ്മെന്റ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ആണ്. ഒരു ഡെവലപ്മെന്റ് അതിന്റെ ഔട്ട്പുട്ട് ഏറ്റവും ബെറ്റർ ആവണമെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ വേണം. ഓക്കെ, ഒരു ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അതിന്റെ എന്താ പറയുക ഒരു എന്തെങ്കിലുമൊക്കെ ഗവൺമെന്റ് പലതരത്തിലുള്ള വികസന പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നുണ്ട് അല്ലേ. അതിന്റെ ഔട്ട് എന്ന് പറയുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആവണമെങ്കിൽ അവിടെ മാക്സിമം അതിന്റെ പ്ലാനിങ് ടൈമിൽ ആരുടെ പങ്കാളിത്തം വേണം. അത് ആരാണോ അത് അനുഭവിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ പറയുന്ന ആരാണോ അതിന്റെ ആർക്കാണോ അത് ലഭിക്കേണ്ടത് അവരുടെ പങ്കാളിത്തം കൂടി ഉണ്ടെങ്കിൽ ദാറ്റ് കുഡ് ബി ബെറ്റർ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. ഇൻ എ ഡെമോക്രസി കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് ആർ ഡിസ്കസ്ഡ് ആൻഡ് ഡിബേറ്റഡ് എമംഗ് ദ പീപ്പിൾ ഇൻവോൾവിംഗ് പൊളിറ്റിക്കൽ പ്രോസസ്, ബട്ട് സം ഡിസിഷൻസ് ആർ ടേക്കൺ ആൻഡ് അറ്റ് ടോപ്പ് ആൻഡ് ഇംപ്ലിമെന്റഡ് വിതൗട്ട് കൺസൾട്ടിംഗ് ദ ബെനിഫിഷ്യറീസ്. The alternate concept of development demanded that for getting a better life people should have participate in development planning. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ചിലപ്പോഴെങ്കിലും വികസന പദ്ധതികൾ ടോപ്പ് ലെവലിൽ മാത്രം പ്ലാൻ ചെയ്യുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് അവിടെ ബെനിഫിഷ്യറീസ് അല്ലെങ്കിൽ പറയുന്ന ആർക്കാണോ അത് കിട്ടേണ്ടത്, അതിന്റെ ഉപഭോക്താക്കൾ ആരാണോ അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുക റിസൾട്ട് ആരാണോ ഫേസ് ചെയ്യേണ്ടത് അവരുമായിട്ട് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലെങ്കിൽ അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബെറ്റർ ലിവിങ് കണ്ടീഷനൊക്കെ ഉണ്ടാവണമെങ്കിൽ ഡെവലപ്മെന്റ് ആരുടെ കൃത്യമായിട്ടുള്ള പങ്കാളിത്തം ആവശ്യമാണ്, ജനങ്ങളുടെ കൃത്യമായിട്ടുള്ള പങ്കാളിത്തം ആവശ്യമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ദാറ്റ് ദ പീപ്പിൾ ഷുഡ് ബി കൺസൾട്ടഡ് വെൻ എവർ ഡിസിഷൻ which affect the people are taken. അപ്പോൾ എന്തൊരു ഡിസിഷൻ എടുക്കുമ്പോഴും അവിടെ ആരുടെ റോൾ ഉണ്ടായിരിക്കുക, ആരുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത്, പബ്ലിക്കിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് പീപ്പിളിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന എന്തൊരു പ്രോജക്റ്റ് ആവട്ടെ അത് ആരുമായിട്ട് കൺസൾട്ട് ചെയ്യുക, ആരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, ആരുമായിട്ട് കൃത്യമായിട്ടും ചർച്ച ചെയ്യുക, ജനങ്ങളുമായിട്ട് കൃത്യമായിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ ദാറ്റ് കുഡ് ബി ബെറ്റർ എന്നാണ് പറയുന്നത്. അതുകൂടാതെ നമ്മളിവിടെ പറയുന്നുണ്ട് ഇഫ് പീപ്പിൾ ആർ ഗിവൺ പാർട്ടിസിപ്പേഷൻ ഇൻ പ്ലാനിങ് ദ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ട്രഡീഷണൽ ആൻഡ് മോഡേൺ ടെക്നോളജി ക്യാൻ ബി എഫക്റ്റീവ്ലി യൂസ്ഡ്. അപ്പോൾ ജനപങ്കാളിത്തം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ളതും മോഡേൺ ആയിട്ടുള്ള ടെക്നോളജിയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമുക്ക് കാണാൻ പറ്റും. ദെൻ പോപ്പുലർ പാർട്ടിസിപ്പേഷൻ ഈസ് ദ ഫോർമുലേറ്റിംഗ് പ്രോജക്ട് ഹെൽപ്പ് യൂസ് ദ റിസോഴ്സ് ഓഫ് ബെനിഫിറ്റ് ഓഫ് പീപ്പിൾ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജനപങ്കാളിത്തം ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ടും ജനങ്ങളുടെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ എന്ത് റിസോഴ്സ് യൂസ് ചെയ്യുമ്പോൾ അത് ജനങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടി, ജനങ്ങളുടെ ഈ പറയുന്ന ക്ഷേമത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെൽഫെയറിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മേജർ ഓർഗനൈസേഷൻ റിലേറ്റഡ് ടു ദ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആണ്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മേജർ ആയിട്ടുള്ള ഓർഗനൈസേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രീൻ പീസ് നമുക്ക് കാണാൻ പറ്റും, വേൾഡ് വൈഡ് ലൈഫ് ഫണ്ട് നമുക്ക് കാണാൻ പറ്റും, ചിപ്കോ മൂവ്മെന്റ്, അതുപോലെ നർമ്മദ ബച്ചാവോ ആന്തോളൻ, നമ്മുടെ മേധാ ബഡ്കർ ആയിരുന്നു അതിന്റെ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡെവലപ്മെന്റ് എന്നുള്ള ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ദാറ്റ് മീൻസ് എൻ്റെ ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റും വിതിൻ 10 minutes നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടടാ. അപ്പോൾ എന്തായാലും മക്കൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും, മക്കൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റുമോ, വളരെ യൂസ്ഫുൾ ആയിരിക്കും തന്നെ സാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ നമ്മുടെ ഷോർട്ട് വീഡിയോസ് ആയിട്ടും അതുകൂടാതെ നമ്മുടെ ലൈവ് ക്ലാസ്സസ് ആയിട്ടും സൂപ്പർ 60 ആയിട്ടും അതുപോലെ തന്നെ ലെങ്തി ലൈവുകളായിട്ടും ഒക്കെ നിങ്ങൾ മാരത്തോൺ ആയിട്ടും മിനി മാരത്തോൺ ആയിട്ടും ഒക്കെ എല്ലാ കോൺസെപ്റ്റും ഇറ്റ്സ് ആൻഡ് എവറി കോൺസെപ്റ്റ് മക്കളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, അത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സെഷനോട് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.